നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTAയുടെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂരിൽ സായാഹ്ന ധർണ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബീന ഉദ്ഘാടനം ചെയ്തു. െല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കേരളത്തിലെ ജനതയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിതത്തിന്റെ വഴികളിലേക്ക് അവരെ നയിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ആരോഗ്യ മേഖല സുശക്തമായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത്. ആ രീതിയിൽ തന്നെയാണ് കേരളത്തിനകത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയും ഏറ്റവും ശക്തമായ രീതിയിലേക്ക് ജാതീയമായി താഴ്ന്നു നിൽക്കുന്നവന് പള്ളിക്കൂടത്തിൽ പോകാൻ അവകാശമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്നും മാറി 1957 2 നിയമങ്ങൾ സഖാവ് EMS നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ രൂപപ്പെടുത്തിയപ്പോൾ, വിദ്യാഭ്യാസ ബില്ല് ഈ കേരളത്തിനകത്ത് യാഥാർത്ഥ്യമായപ്പോ, ഭൂപരിഷ്കരണ നിയമം ഇവിടെ നടപ്പിലായപ്പോ, തങ്ങൾക്ക് ലഭിച്ച ഭൂമിയിൽ കാലൂന്ന് നിന്നുകൊണ്ട് അവിടെ കുടിൽ വെച്ച് കെട്ടിക്കൊണ്ട് കൂര വെച്ച് കെട്ടിക്കൊണ്ട് പിന്നീട് അത് വീടായി ഏറ്റവും സുരക്ഷിതമായ ഇടപാടമായി മാറിയിട്ടുള്ള മലയാളി തൻ്റെ മക്കളെയും വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കുന്നതിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ വിദ്യാഭ്യാസ രംഗത്തും വിസ്മയകരമായിട്ടുള്ള മുന്നേറ്റം നമ്മൾ കണ്ടിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക, കേന്ദ്ര പദ്ധതികൾക്കുള്ള വിഹിതം സമയബന്ധിതമായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പഴയ ബസ് സ്റ്റാൻഡിലാണ് ധർണ നടന്നത്. ജില്ലാ പ്രസിഡന്റ് K പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. K ശശീന്ദ്രൻ, KC സുധീർ, K രഞ്ജിത്ത്, T രജില, KC സുനിൽ, വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.